ഹലോ. സാർ ഞാനാണ്, ഷമീമാണ്. നമ്മൾ നസീറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. പെട്ടെന്ന് ഓളെ ഒരു വിവരം അറിയിക്കണം. ഓളുടെ ഉമ്മ മയ്യത്തായി. ഓഹോ, എപ്പോഴായിരുന്നു? കുറച്ച് മുമ്പായിരുന്നു. നാട്ടിൽ നിന്ന് വാപ്പയാണ് വിളിച്ച് വിവരം പറഞ്ഞത്. നസീറെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശരി ഷമീം, ഞാൻ നസീറെ അറിയിക്കാം. നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. ഓക്കെ. ഹലോ നസീറ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നസീറയുടെ ഉമ്മ മയ്യത്തായി. നസീർ ഉടനെ ഓഫീസിൽ വരണം. ഷമീം വരും. നസീറയ്ക്ക് നാട്ടിലെത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പോയവർ പോയി. നമുക്കിനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ എന്ത് ചെയ്യാനാവും? സോ ബി കൂൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇത് കൈവച്ചുള്ളൂ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷമീമിനെ കൊണ്ടുപോയി നസീർ അത് കളക്ട് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആത്മധൈര്യം കൈവിടരുത്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നസീറയ്ക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. ഷമീം ഇപ്പോൾ ബാറിലോട്ട് വരും. നസീർ അങ്ങോട്ട് ചെന്നു. മോളെ അറിയിച്ചോ? ഷക്കീറെ, ഈ ഒന്ന് അപ്പുറത്തോട്ട് ചെല്ലു. ശരി മാമ. ഇങ്ങതാ നസീറ, MD തന്ന ക്യാഷൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബാഗിലുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് ആദ്യം നാട്ടിലേക്ക് അയക്കണം. അത് അയച്ചിട്ടേ പോവൂ. ശരി, എന്നാൽ താമസിക്കണ്ട, പുറപ്പെട്ടു. നസീർ എൻ്റെ ഫ്ലാറ്റിൽ റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ പോയി ടിക്കറ്റ് വാങ്ങി വരാം. ഫ്ലൈറ്റിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പുറപ്പെടാം. ആനക്കുമ്മയുടെ മയ്യത്ത് കാണാൻ കഴിയും നസീറ. നസീറ, ഇതാ എൻ്റെ ഫ്ലാറ്റ്, വരൂ. നസീറ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. പോവാറായോ? എങ്ങോട്ടേക്കാ? നാട്ടിലേക്ക്. ഈ ഇപ്പം നാട്ടിലേക്ക് പോയിട്ട് എന്തെടുക്കാനാ? ഷമീം എന്തായി പറയണേ? എന്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നോ? ഉമ്മ മരിച്ചതും നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തതും ഒക്കെ ശരി തന്നെയാ. പിന്നെ പക്ഷേ നീ ഇപ്പൊ പോകുന്നത് വേറൊരിടത്തേക്കാ. എങ്ങോട്ട്? സൗദിയിലേക്ക്. സൗദിയിലേക്കാ? ആ. റബ്ബേ, എന്തിന്? അള്ളാനെ വിളിച്ചതുകൊണ്ടോ അലറി കരഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്ത്?
എന്നെ വീട്ടേക്ക്. അവസാനായിട്ട് എനിക്ക് എന്റെ ഉമ്മയൊന്ന് കാണണം. ഞാൻ പറഞ്ഞല്ലോ, കരഞ്ഞത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ലെന്ന്. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇത് കണ്ടോ, കുട്ടിക്കാലം മുതലേ എനിക്ക് എന്നോടൊരു വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ ശരീരം എന്നെ വല്ലാണ്ട് മോഹിപ്പിച്ചിട്ടുണ്ട്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ഈ ബെഹറിനിൽ ഞാൻ എത്തിയിട്ട് 20 വർഷമായി. പല ജോലികളും ഞാൻ ചെയ്തു, എങ്ങും എത്തിയില്ല. അപ്പോഴാണ് ഭാഗ്യം ഖാലിദ് എന്ന സൗദിക്കാരന്റെ രൂപത്തിൽ എൻ്റെ മുന്നിലെത്തിയത്. ഖാലിദിന് നിന്നെ ഞാൻ വിറ്റു 25,000 ദിനാറിന്. അവിടെ നിനക്ക് സർവ സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിക്കാം, അറബിയുടെ വെപ്പാട്ടിയായിട്ട്. ഖാലിദ് ഇപ്പൊ വരും, നിന്നെയും കൊണ്ട് അവൻ സൗദിയിലേക്ക് പോവും. പിന്നെ നീ ഒരിക്കലും നാട് കാണില്ല. നീ എവിടെയാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. ഒരപകടത്തിൽപ്പെട്ട് മരിച്ചു പോയെന്ന് ഞാൻ നാട്ടിൽ അറിയിച്ചോളാം.